നമസ്കാരം. വളരെയധികം പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ വണ്ണം കുറയ്ക്കാനുള്ള അതല്ലെങ്കിൽ അമിതവണ്ണം, അതുപോലെ തന്നെ ഫാറ്റി ലിവർ, അതുപോലെ ഡയബറ്റിക്സ്, ഇതിനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള റെസിപ്പികളാണല്ലോ അല്ലെങ്കിൽ അതിനുള്ള മാർഗ്ഗങ്ങളാണല്ലോ ഞാൻ യൂഷ്വലി പറയുന്നത്. അപ്പോൾ മറ്റൊരു വിഭാഗം വണ്ണം കൂട്ടാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. അതായത് പ്രത്യേകിച്ചും കൊച്ചുകുട്ടികൾക്ക് തീരെ മെലിഞ്ഞിരിക്കുന്നു, വണ്ണം വയ്ക്കുന്നില്ല മാഡം, എന്താണിങ്ങനെ? പക്ഷേ അവരൊരു കാര്യം മനസ്സിലാക്കണം, ഇവരുടെ പാരമ്പര്യം ഒരു വലിയ ഘടകമാണ്. അവരുടെ പാരൻസ് എങ്ങനെയിരുന്നു അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ് എങ്ങനെയിരുന്നു എന്നതിനെ ബേസ് ചെയ്യുന്ന ഒരു പരിധിവരെ അത് ശരിയാണ്. എങ്കിൽ കൂടിയും നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ വണ്ണം കുറയുന്ന സിറ്റുവേഷൻസ് വളരെയധികമുണ്ട്. അത് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ എപ്പോഴും പറയുന്നില്ല, ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, ശരീരത്തിനകത്തുള്ള നമ്മളുടെ നല്ല മൈക്രോ ഫ്ലോറ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ചും ഈ കൊറോണ ഇൻഡ്യൂസ്ഡ് ആയിട്ടൊരു വളരെ വലിയൊരു പ്രതിഭാസം, കൊറോണ ഇൻഡ്യൂസ്ഡ് സിൻഡ്രോം. അതുപോലെ തന്നെ കൊറോണ വാക്സിൻ എടുത്തതിൻ്റെയും ചില ആഫ്റ്റർ എഫക്ട്സ് കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അമിത വണ്ണത്തിന് പകരം മെലിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. മുഖം കറുക്കുക, ശരീരം മെലിയുക, മുടി കൊഴിയുക. ഈ 3 കാര്യങ്ങളും 3 സിംറ്റംസും വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ എല്ലാ ദിവസവും എൻ്റെ പോപ്പിയിൽ കാണുന്ന സിറ്റുവേഷൻസാണ്. അപ്പോൾ അതിന് ഞാൻ വളരെ അധികം റിസർച്ച് ചെയ്ത് എൻ്റേതായിട്ടുള്ളൊരു ചികിത്സാ മേഖല അതിൽ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് വളരെ സക്സസ്ഫുള്ളായിട്ട് കറുത്ത മുഖം വെളുപ്പി ഒരു 95% ഓഫ് കേസസിലും അത് വളരെ സക്സസ്ഫുൾ ആവുന്നുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. മുടിയൊക്കെ വട്ടത്തിൽ പോയ ആൾക്കാർക്കെല്ലാം കിളിച്ചു വന്നു. അതുപോലെ തന്നെയാണ് ശരീരം മെലിഞ്ഞു പോയവർ വണ്ണം വെപ്പിക്കുന്നുണ്ട്. പിന്നെ മുഖം കറുത്തത്, അത് എനിക്ക് 1-2% മാത്രം അത്ര നല്ലൊരു റിസൾട്ട് കിട്ടില്ല. എങ്കിൽ കൂടിയും ഫാർ ബെറ്ററായിട്ട് വരുന്നുണ്ട് അവർ. ബട്ട് ഇറ്റ് മാറ്റേഴ്സ് ടൈം എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം, അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. അവിടെ നമ്മൾ അവരുടെ ഗട്ട് മൈക്രോബ്സിനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്. നമ്മുടെ വയറിനകത്തുള്ള നല്ല ബാക്ടീരിയയ്ക്കുള്ള ഫുഡ് കൊടുത്ത് അതിനെ കറക്റ്റ് ചെയ്തെടുത്താൽ മാത്രമേ ഈ 3 കാര്യങ്ങളെയും നമുക്ക് ശരിയാക്കാൻ പറ്റുന്നത്. ഗട്ട് മൈക്രോബ്സിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലം നമ്മൾ അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതേസമയം മറ്റൊരു വിഭാഗം, അത് ജന്മനാ തന്നെ മെലിഞ്ഞിരിക്കുകയായിരിക്കും. പിന്നെ ആഹാരമൊന്നും നേരെ കഴിക്കില്ല. അവർക്ക് ഈ ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലം ഒന്നുമല്ല, പക്ഷേ ശരീരം മെലിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർക്കൊരു ഷേപ്പ്ലെസ് ആയിട്ട് തോന്നും. കൊച്ചുകുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് പ്രായമായവരാണെങ്കിലും കാണാൻ ഒരു ഭംഗിയില്ലാതെ ഇരിക്കുന്ന ഈ ഒരു കാര്യം ഞാൻ എന്താ പറയുക, എൻ്റെ വീട്ടിൽ എൻ്റെ മോള് വളരെ മെലിഞ്ഞതായിരുന്നു. അപ്പം ഞാനും കുറേ നല്ല മെലിഞ്ഞിരിക്കുകയായിരുന്നു നേരത്തെ. അപ്പോൾ എൻ്റെ മോള് ശരിക്കും പറഞ്ഞാൽ ഡെലിവറി കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ശരിയായെങ്കിലും ശരീരം അത്ര അങ്ങോട്ട് നല്ല പുഷ്ടിപ്പെട്ട് വന്നില്ല. പക്ഷേ ഞാൻ പോലും അറിയാതെ അവൾ ചില കാര്യങ്ങൾ ചെയ്ത്, അപ്പോൾ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടാവും, എങ്കിലും അതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് വെച്ചിട്ട് അവൾ നന്നായിട്ട് പ്രവർത്തിച്ച്, അതായത് ആഹാരവും അതുപോലെ തന്നെ ജീവിതശൈലിയിൽ ഏറ്റവും പ്രധാനമായ എക്സസൈസും കറക്റ്റായിട്ട് നോക്കി അവളിപ്പോൾ നല്ല ഷേപ്പിൽ നല്ല ഒരു ബോഡി അവൾ മെയിൻറ്റെയിൻ ചെയ്തിപ്പോൾ എടുക്കുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്സസൈസ്. ഭക്ഷണവും വ്യായാമവും, യാതൊരു സംശയവുമില്ല. ഭക്ഷണം നല്ല സമീകൃത ആഹാരം എന്നതിലുപരി ഹൈ പ്രോട്ടീൻ ഡയറ്റാണ് വേണ്ടത്. അതോടൊപ്പം ഗുഡ് കൊളസ്ട്രോൾ ഡയറ്റ്, പിന്നെ നല്ല ഫൈബർ അത്യാവശ്യം വേണം. അതോടൊപ്പം പോളിഫിനോൾസ്, ഫ്ലേവനോയിഡ്സ്, അങ്ങനെയുള്ളൊരു നല്ല ഒരു എന്താ പറയുക, ഒരു കീറ്റോജനിക് ഡയറ്റിലേക്കാണ് പോകേണ്ടത്. അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റോ അല്ലെങ്കിൽ അമിതമായിട്ട് സാച്ചുറേറ്റഡ് ഫാറ്റോ കഴിക്കരുത്. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഡയറ്റ് പ്ലാൻ, അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിയാറ്റിനിൻ, ആർജിനിൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ ഹൈ ഫൈബർ, പ്രോബയോട്ടിക്സ്, പ്രീബയോട്ടിക്സ്, ഇവയെല്ലാം അടങ്ങിയ ഒരു നല്ല ഭക്ഷണമാണ് ഈ കൂട്ടർ കഴിക്കേണ്ടത്. അപ്പോൾ ഇതിൽ പാരമ്പര്യം ഒരു ഘടകമാണെങ്കിലും നമുക്ക് അതിനകത്ത് നിന്ന് തീർച്ചയായും, അതായത് എപ്പിജെനറ്റിക്സ് എന്ന് പറയും, സർക്കംസ്റ്റാൻസസ്, നമ്മളുടെ സാഹചര്യങ്ങൾ മാറ്റിയാൽ തീർച്ചയായിട്ടും ശരീരം വണ്ണം വെച്ച് വരും എന്നുള്ളതിനൊരു തെളിവാണ് എൻ്റെ മകൾ തന്നെ. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അവൾ സ്വന്തമായിട്ട് അത് എഫേർട്ട് എടുത്ത് നല്ല കറക്റ്റായി ഇപ്പം ബോഡി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ വിചാരിച്ചു എൻ്റെ ആ ഒരു ശരീരപ്രകൃതം, അങ്ങനെയല്ല. ഇപ്പം വളരെ ഹെൽത്തി, എന്നേക്കാളും നല്ല ഹെൽത്തി ആയിട്ട് അവളുടെ ശരീരം അവൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതിന് അവൾ ഭക്ഷണവും നോക്കുന്നുണ്ട്,
വ്യായാമത്തിന് വേണ്ടി ജിമ്മിൽ പോയിട്ട് അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് അതിന് കാർഡിയോ എക്സസൈസ് അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി എക്സസൈസ്, ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്ന് പറയുന്ന രീതിയിലുള്ള എക്സസൈസ്, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ വലിയ എന്താ പറയുക അത്ലറ്റ്സോ അല്ലെങ്കിൽ ജിംനാസ്റ്റിക്സിനോ ഉള്ളതൊന്നുമല്ല. നമ്മളുടെ ബോഡി ബിൽഡിംഗ്, നമ്മളുടെ മസിലിന് നല്ല സ്ട്രെങ്ത് കിട്ടാനാണ്. മസിലാണ് ഇവിടെ നമുക്ക് ഏറ്റവും രക്ഷകനായിരിക്കുന്നത്. ഇങ്ങനെ അതായത് മസിലിന് നല്ല ഷേപ്പ് വരുമ്പോഴത്തേക്ക് നല്ല ബോഡിക്ക് നല്ല ഷേപ്പാകും. പക്ഷേ വലിയ ജിമ്മിൽ പോകുന്ന പോലത്തെ മസിലല്ല അത് ശരിക്കും ബോഡിക്ക് ഒരു നല്ല ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ്. നമ്മളെ മസിലിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? മൂവ്മെൻറ്റിന്, നമുക്ക് നടക്കുക അങ്ങനെയുള്ള കാര്യത്തിന്, അതുപോലെ എന്തെങ്കിലും വെയിറ്റ് എടുക്കുന്നതിന്, അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഷേപ്പ്, നമ്മുടെ ബോഡിക്ക് ഷേപ്പ് കിട്ടാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ബോണിന് സ്ട്രെങ്ത് കിട്ടാൻ, ഇവയൊക്കെ മസിലിൻ്റെ ആരോഗ്യം ആണ് അതിനെ ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടി മസിലിനെ സ്ട്രെങ്തൻ ചെയ്യാനാണ് നമ്മൾ ഈ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്ന് പറയുന്ന രീതിയിലുള്ള വ്യായാമ പ്രക്രിയകളും അതോടൊപ്പം തന്നെയാണ് ഈ ഭക്ഷണവും. തീർച്ചയായിട്ടും ഈ രണ്ടും. പിന്നെ പ്രധാനമായിട്ട് ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് ഉറങ്ങണം. ഉറങ്ങിയാൽ മാത്രമേ നമുക്ക് വളരെയധികം ബോഡിക്കകത്തുള്ള എല്ലാ സിസ്റ്റവും കറക്റ്റ് ചെയ്ത് വരാനുള്ള പ്രക്രിയകളെല്ലാം നടക്കുകയുള്ളൂ. അതുപോലെ ടെൻഷൻ ഫ്രീ ലൈഫ് എപ്പോഴും, അതായത് ഞാനെപ്പോഴും പറയുന്ന ഡിസ്ട്രസ് ഫോർമുല, എൻ്റെ 1-2 വീഡിയോ കിടപ്പുണ്ട് ഡിസ്ട്രസ് ഫോർമുല. അതിൽ ടെൻഷൻ ഫ്രീ ലൈഫ് ഹോൾസ് ആൻ ഇമ്പോർട്ടൻ്റ് റോൾ. നമ്മൾ ടെൻഷൻ അടിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഈ കോർട്ടിസോൾ കൂടുതലായിട്ട് വരും. അപ്പോൾ എന്ത് പറ്റും? ഇൻസുലിൻ വെളിയിൽ വരും. അത് ശരിക്കും ഡിസ്ട്രക്റ്റീവാണ്. എന്നാൽ നമ്മൾ ടെൻഷൻ ഫ്രീ ലൈഫിലും അതുപോലെ തന്നെ നല്ല ഉറക്കത്തിലും ഈ പറയുന്ന നല്ല ഡയറ്റിലും നല്ല എക്സസൈസിലും ഗ്രോത്ത് ഹോർമോണാണ് ഉണ്ടാകുന്നത്. ഗ്രോത്ത് ഹോർമോൺ വന്നാൽ മാത്രമേ മസിൽ നല്ല പവർഫുള്ളായിട്ട് വരുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു കോൺസെപ്റ്റിലാണ് നമുക്ക് ഈ നേരത്തെ പറഞ്ഞ മെലിഞ്ഞിരിക്കുന്ന കുട്ടികളുടെ അമ്മമാർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അവർക്ക് നല്ലൊരു ഷേപ്പ് വരാനും നല്ല ഭംഗി വരാനും ഇത് വളരെയേറെ സഹായിക്കും. അതുപോലെ തന്നെ നല്ല സ്കിൻ ഉണ്ടാവാനും അതുപോലെ തന്നെ നല്ല ഹെയർ ഉണ്ടാവാനും ഒക്കെ തന്നെയും ഈ കാര്യങ്ങൾ എല്ലാം തന്നെയും കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ ഈ L-ആർജിനിൻ, ക്രിയാറ്റിനിൻ കണ്ടൻറ്റ്, അതുപോലെ പ്രീ ആൻഡ് പ്രോബയോട്ടിക്സ് ആണ് നമ്മളുടെ ഫൈബർ റിച്ച് ആയിട്ടുള്ള സാലഡ്സിലും അതുപോലെ തന്നെ ഫ്രൂട്ട്സിലുമൊക്കെ ധാരാളം ഉള്ളത്. അപ്പോൾ അതും കറക്റ്റായിട്ട് നമ്മൾ എല്ലാ ദിവസവും കഴിക്കണമെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ L-ആർജിനിനും ക്രിയാറ്റിനും ഒക്കെ അടങ്ങിയത് നോൺ വെജ് ഐറ്റംസ് എന്ന് പറയുമ്പം അത് ബീഫ്, അതുപോലെ തന്നെ ഫിഷ്, മട്ടൺ, ഏറ്റവും കൂടുതൽ ബീഫും അങ്ങനെയുള്ള സ്റ്റീക്കിലൊക്കെയാണുള്ളത്. അത് ഒരു സൈഡിലിരിക്കട്ടെ. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് പീനട്ട്സിൽ ആർജിനിൻ വളരെ കൂടുതലാണ്. പീനട്ട്സ് എന്ന് പറഞ്ഞാൽ കപ്പലണ്ടി. അതുപോലെ തന്നെയാണ് വാൽനട്ട്സ്, അതുപോലെ ബദാം, ഇതിലൊക്കെ വളരെയധികം L-ആർജിനിനും അതുപോലെ തന്നെയാണ് ക്രിയാറ്റിനും അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ, കൂടുതൽ നട്ട്സും സീഡ്സും, ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ്, ഇവയൊക്കെ തന്നെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുകയും അതോടൊപ്പം തന്നെ കാർബോഹൈഡ്രേറ്റിൻ്റെ, അന്നജത്തിൻ്റെ അളവ് നന്നായിട്ട് കുറയ്ക്കുകയും പ്രോട്ടീൻ്റെ അളവ് കൂട്ടുകയും ചെയ്യണം. എന്ന് പറഞ്ഞ് ഫുൾ പ്രോട്ടീനായിട്ട് കഴിക്കരുത്. അങ്ങനെ കഴിച്ചാലും ഈ ഫുൾ പ്രോട്ടീൻ ലാസ്റ്റ് നമ്മൾ കൂടുതൽ പ്രോട്ടീൻ മാത്രം കഴിച്ചാൽ അത് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാറുകയും അത് വീണ്ടും ഫാറ്റായിട്ട് മാറും. അത് ഓർമ്മ വേണം. അതുകൊണ്ട് അതും അത്ര നല്ലതല്ല. അതിൻ്റെ ബാലൻസ് ചെയ്ത് പോകണം. 1 gram to 1.5 gram per day ആണ് പ്രോട്ടീൻ കഴിക്കേണ്ടത്. അപ്പോൾ ആ ഒരു അളവിൽ 50 കിലോ വെയിറ്റ് ഉള്ളവർ 75 gram ഏകദേശം പ്രോട്ടീൻ കഴിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു അളവിലുള്ള പ്രോട്ടീൻ കഴിക്കുകയും നന്നായിട്ട് വ്യായാമം ചെയ്യുകയും അതുപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങുകയും ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് നമ്മൾ ത്രൂ ഔട്ട് നമ്മൾ ജീവിക്കുക. അങ്ങനെ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ടെൻഷൻ ഫ്രീ ലൈഫിന് തീർച്ചയായും യു ഹാവ് ടു പ്രാക്ടീസ് യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഡെയിലി ലൈഫിൽ എല്ലാ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുക വഴി യു ക്യാൻ ലീഡ് ആൻ അബ്സല്യൂട്ട്ലി ഹാപ്പി ആൻഡ് ഹെൽത്തി ലൈഫ് ആൻഡ് നല്ലൊരു ഷേപ്പുള്ള ഒരു നല്ലൊരു ബോഡി ആസ് വെൽ ആസ് മൈൻഡ്. നിങ്ങൾക്ക് ഇത് രണ്ടും കിട്ടും. നല്ല ആരോഗ്യവും ഉന്മേഷവും ഉണർവും സൗന്ദര്യവുമുള്ള ഒരു ബോഡി കിട്ടുകയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ജീവിക്കാനും പറ്റും. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.